ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പല സ്ഥലങ്ങളിലെ യാത്രകളിൽ നമുക്ക് പല പല അനുഭവങ്ങളും പല പല സമ്മാനങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള എൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ അച്ചൻകോവിലേക്ക് കോന്നി വഴി ഞാൻ അച്ചൻകോവിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അച്ചൻകോവിൽ ആറ്റിലൊന്ന് കുളിക്കാൻ ഇറങ്ങിയുണ്ടായി. അപ്പം നല്ല വെള്ളമുള്ള സമയമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ആറ്റിൽ കുളിക്കാനിറങ്ങി ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലെന്തിലോ ഒന്ന് തട്ടി. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് നല്ലപോലെ ഉരുണ്ടു, വെള്ളത്തിനടിയിൽ കിടന്ന ഉരുണ്ടു. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനത് മുങ്ങിയെടുത്ത സമയത്ത്, പക്ഷേ എനിക്ക് ആദ്യം അതെന്താണെന്നതിൻ്റെ ഒരു രൂപവും ഭാവമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഞാനത് മുങ്ങിയെടുത്ത് ഞാൻ കരയെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്, അത് ഗണപതി ഭഗവാന്റെ ഒരു രൂപമല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അന്നേരമാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാവരും പറഞ്ഞത് ഗണപതി ഭഗവാൻ തന്നെയാണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ കാണുന്ന ഈ ഗണപതി ഭഗവാന്റെ രൂപത്തിലുള്ള ഇത് ശിലയല്ല, ഇത് തടിയാണ്. പോളിഷോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആറ്റിൽ നിന്ന് കിട്ടിയ അതേ രീതിയിൽ തന്നെ ഞാൻ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ യാത്രകളിൽ പല രീതിയിലും നമുക്ക് കിട്ടും. എനിക്കതുപോലെ പമ്പയാറ്റിൽ നിന്നൊരു ഗണപതിയെ കിട്ടി. പക്ഷേ അത് ആരോ ഭക്തർ ഉപേക്ഷിച്ചതാണ്. ഞാൻ പമ്പ ഗണപതി അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവൻ അവിടെ പമ്പയെ കുളിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഗണപതിയെ കിട്ടി. അത് എന്തോ ക്രിസ്റ്റൽ കൊണ്ടുള്ള ഒരെണ്ണോ, അത് എൻ്റെ കളക്ഷനിലുണ്ട്. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഈ ഗണപതി ഭഗവാനെ എനിക്ക് കിട്ടിയത്. ഇത് സ്വയംഭൂവാണ്, ആരും നിർമ്മിച്ചതല്ല, അത് പ്രകൃതി തന്നെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കളക്ഷനിൽ ഒരുപാട് ഗണപതിയുണ്ട്. അതൊക്കെ എൻ്റെ യാത്രകളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയതുണ്ട്. രാജസ്ഥാൻ്റെ ഉണ്ട്, നേപ്പാളിൻ്റെ ഉണ്ട്, ഭൂട്ടാൻ്റെ ഉണ്ട്, ശ്രീലങ്കയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റിലെ ഉണ്ട്. നമ്മുടെ തഞ്ചാവൂരെയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള തഞ്ചാവൂരെയൊക്കെ. ഇതെല്ലാം എൻ്റെ യാത്രകളിൽ ഞാൻ കളക്ട് ചെയ്തതാണ് ഇതെല്ലാം. അപ്പം ഇതുപോലെ നിങ്ങളുടെയൊക്കെ യാത്രകളിലും നിങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാൾ വന്ന് എൻ്റെ ഉടുപ്പേ വന്ന് ചാടി കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഗണപതി ഭഗവാന്റെ ഈ ഹിസ്റ്ററി നിങ്ങളോടൊന്ന് പറയുകയും ഇതൊന്ന് കാണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ടാറ്റ.